അതായത് സുഹൃത്തുക്കളെ, ഇത് നമുക്കത്ര പരിചയമില്ലാത്തൊരു ഭക്ഷണ വസ്തുവാണ്. പേര് സോയാ ചാപ്പ്. അങ്ങ് വടക്കേ ഇന്ത്യയില്. ഇതിപ്പോ എവിടെ ആയാലെന്ത് അന്നനാളം വഴി അണ്ടഘടകത്തിലോട്ട് പോകാനുള്ള സാധനമല്ലേ ഇത്? എടാ വട്ടച്ചൊറ് വേണു, വൃത്തികേടിന്റെ വിലാസമേ. വസ്തു വെള്ള നിറമായത് കൊണ്ട് അതിന് വെണ്ണയുടെ വൃത്തി ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് നീ. അതെങ്ങനെ എലിസബത്ത് രാജ്ഞി എടപ്പാൾ ദേവി ഒന്നാണെന്ന് വിചാരിക്കണ മൊണ്ണകളാണ് ഓമാരത്ത് എന്ത് പറയാൻ. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ആരോഗ്യമില്ലെങ്കിൽ ഹാൻഡ്സ് പോലും വെക്കാൻ പറ്റൂല. അതാ നോക്കൂ എത്ര വൃത്തിയോടെയാണ് അവൻ കക്കൂസി പോണ ചെരിപ്പൂട്ട സെപ്റ്റിക് ഷീറ്റ് കഴിവണ. അവൻ കൈയിട്ട് ഇളക്കണ്. കൈ കഴുകി ഏതെങ്കിലും വാഴത്തോടത്ത് അവന്റെ കൈ കഴുകിയ വെള്ളം വീണ കൃഷി നാശം സംഭവിക്കും. ഇതൊക്കെ എത്ര വൃത്തിയില്ലാതെ ഉണ്ടാക്കിയാൽ ഈ നാട്ടിൽ എന്തായാലും റേപ്പിക്ടമിന് ജസ്റ്റിസ് കിട്ടിയില്ലെങ്കിലും ഏവന്മാർക്ക് ആവശ്യം പോലെ കച്ചവടം കിട്ടും. ഇസ് ദേശ് മേ ക്യൂ ഏസാ വല്ല കച്ചറ ആഹാരം ഉണ്ടാക്കൽ ഹേ ബൈ ലോകവും. അത് മിണ്ടാതിരുന്ന് തിന്നാനും ഭൂത്ത് ലോകവും ഹോ ഉണ്ടല്ലോ ഹേ. എന്താ ഹേ നടക്കുന്നേ ഹേ ഇവിടെ? ചെരിപ്പിടാതെ ചാണാൻ ചവിട്ടി നടക്കണോ? ചനാ മസാല ഉണ്ടാക്കുമ്പോ ചെരിപ്പിട്ടേ അടക്കോളൂ. എന്താണത്? വൃത്തിയോട് എന്തേ വിരോധം? അത് അബദ്ധം. വരും ദിനങ്ങളിൽ അനർത്ഥം ശാപം കിട്ടും കുടൽ നിമിത്തം.